നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കടൽ മണൽ ഖനനത്തിനെതിരെ പ്രതിഷേധം. മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആഴക്കടലിൽ സമരസംഗമം സംഘടിപ്പിച്ചു. തോട്ടപ്പള്ളിയിൽ നടന്ന സമരസംഗമം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. കടൽ സമ്പത്ത് സൊമാലിയൻ ശൈലിയിൽ കൊള്ളയടിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടിക്ക് പിന്നിലെന്ന് KC വേണുഗോപാൽ MP. വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ചേർത്തല ടൗൺ LP സ്കൂൾ പ്രധാനാധ്യാപിക NR സീതയെ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ചേർത്തല അർത്തുങ്കൽ പട്ടണക്കാട് പോലീസ് അന്വേഷണം തുടരുന്നു. സ്ത്രീ ശാക്തീകരണത്തിന്റെ സന്ദേശം ഓർമ്മപ്പെടുത്തി ഒരു വനിതാ ദിനം കൂടി. അതിജീവനത്തിന്റെ കരുത്തും നിശ്ചയദാർഢ്യവും ജീവിത വഴികളിൽ വെളിച്ചമാവും. വനിതകൾ വീടിന്റെ മാത്രമല്ല നാടിന്റെയും ഐശ്വര്യമാണ്. വാർത്തകളിലേക്ക്. കടൽ മണൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തോട്ടപ്പള്ളിയിൽ ആഴക്കടൽ സമരം സംഘടിപ്പിച്ചു. KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ആഴക്കടൽ സമരസംഗമത്തിൽ കടൽ മണൽ ഖനനത്തിനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരായ രോഷം അണപൊട്ടി. രാവിലെ തന്നെ വലുതും ചെറുതുമായ വള്ളങ്ങളിലും ബോട്ടുകളിലുമായി ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് തോട്ടപ്പള്ളി ഹാർബറിൽ അണിനിരന്നിരുന്നത്. പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ KC വേണുഗോപാൽ MP സമരപ്രഖ്യാപനം നടത്തിയതോടെ ആഴക്കടലിലേക്ക് ബോട്ടുകളിലുള്ള യാത്ര ആരംഭിച്ചു. ആഴക്കടലിനുള്ളിൽ ഇതുപോലൊരു സമരം രാജ്യം കണ്ടിട്ടുണ്ടോ എന്ന സംശയമാണ്. കേരള അതിർത്തിയിൽ നിന്ന് 15 നോട്ടിക് മൈൽ ദൂരെ എത്തിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇത്തരത്തിലൊരു വ്യത്യസ്തമായ സമരം കേരളത്തിൽ ആദ്യമാണ്. ആഴക്കടൽ സമരസംഗമത്തിനിടെ KC വേണുഗോപാൽ MPയുടെ ഫോണിലേക്ക് സമരത്തിന് ഐക്യദാർഢ്യമർപ്പിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വീഡിയോ കോൾ സന്ദേശം എത്തിയത് മത്സ്യത്തൊഴിലാളികളുടെ ആവേശം ഇരട്ടിയാക്കി. ആലപ്പുഴ അതിരൂപതാ പിതാവ് ജോസഫ് വലിയ വീട്ടിൽ, KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് G ലീലാകൃഷ്ണൻ, DCC പ്രസിഡന്റ് ബാബു പ്രസാദ്, KPCC ഭാരവാഹികളായ M ലിജു, KP ശ്രീകുമാർ, MJ ജോബ്, MM നസീർ, രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ, അനിൽ ബോസ് തുടങ്ങിയവർ പങ്കെടുത്തു. രാവിലെ 7:30 മണിക്ക് തുടങ്ങിയ യാത്ര 3.5 മണിക്കൂറോളം 11 നോട്ടിക്കൽ മൈലിനകത്തോളം കടലിനകത്തി എന്നിട്ടാണ് കടലിൽ കാണാത്ത ഒരു അപൂർവമായ സമരമെന്ന് ഞങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്നത്. അത് ഇത്തരമൊരു സമരത്തിലേക്ക് നയിച്ച കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മത്സ്യബന്ധന തൊഴിലാളികളുമായിട്ട്. നമ്മുടെ മത്തി പോലും വളരുന്നില്ല കടലിൽ. അവർക്ക് അതിൻ്റെ ആഹാരം കിട്ടുന്നില്ലാണ് അവർ. ചെറിയ മത്തിയാണ് ഇപ്പോൾ കിട്ടുന്നത്. മത്സ്യലഭ്യത കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളി മത്സ്യബന്ധനവുമായിട്ട് പോയാൽ തിരിച്ചു വരുന്നത് കാലി വെള്ളമായിട്ടാണ്. അവരെ പോറ്റാൻ ആരുണ്ട്? ഗുരുതരമായിട്ടുള്ള ഈ പ്രതിസന്ധി നേരിടുന്നതിൽ പൂനമ കുരുവെന്ന പോലെയാണ് ഏറ്റവും കനത്ത ആഘാതമായിട്ട് കടൽ മണൽ ഖനനം കൂടെ തീരുമാനിച്ചിരിക്കുന്നത്. ടൈം ന്യൂസ്, ആലപ്പുഴ. കടൽ സമ്പത്ത് സൊമാലിയൻ ശൈലിയിൽ കൊള്ളയടിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടിക്ക് പിന്നിലുള്ള ലക്ഷ്യമെന്ന് KC വേണുഗോപാൽ MP. മറൈൻ രംഗവുമായി ബന്ധപ്പെട്ട എക്സ്പേർട്സുകളെല്ലാം പറയുന്നത് ഇത് കടലിൻ്റെ ആവാസ വ്യവസ്ഥയെ ബാധിക്കും, മത്സ്യലഭ്യതയെ ബാധിക്കും, മത്സ്യപ്രജനനത്തെ ബാധിക്കും, അവിടെ പുറ്റുകളെ ബാധിക്കും. ഇത്തരം ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഇപ്പോഴേ തന്നെ മത്സ്യലഭ്യത കുറഞ്ഞിരിക്കുന്ന ഒരു മത്സ്യത്തൊഴിലാളി അന്നം മുട്ടിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു കച്ചവടമാണ് കടൽ മണൽ ഖനനം. ഇത് വൻകിട കുത്തക മുതലാളിമാർക്ക്, ഇന്ത്യയിലെ പ്രമാണിമാരായിട്ടുള്ള മുതലാളിമാർക്ക്, അവരുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി കടലിനെ വിറ്റും അവർക്ക് സൗകര്യം ജീവിക്കാനുള്ള ഒത്താശയാണ് ചെയ്യുന്നത്. പക്ഷേ മത്സ്യത്തൊഴിലാളിയെ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ കടൽ വിൽക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ജീവൻ കൊടുത്തും ഇതിനെ ചെറുത്തു തോൽപ്പിക്കുന്ന സന്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ് ഇന്നിത്തരം ഒരു സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. പാർലമെൻറ്റിനകത്ത് ഞങ്ങൾ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. വരുന്ന 10-ാം തീയതി ഉന്നയിക്കുന്ന പാർലമെൻറ്റിൽ ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. പാർലമെൻറ്റിനകത്തും പുറത്തും ഇപ്പോൾ കേരള നിയമസഭ ഒടുവിലാണെങ്കിൽ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ജനങ്ങളുടെ വികാരം ആ പ്രമേയം പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഒറ്റക്കെട്ടായി കേരള ജനത ഈ ഒരു കച്ചവടത്തെ, കള്ളക്കച്ചവടത്തെ എതിർക്കും. അതിനുള്ള വലിയ സൊമാലിയൻ കടൽ കൊള്ളക്കാരെ പോലെ ധാതുലവണങ്ങളും കരിമണലും കടത്തി ഈ രാജ്യത്തെ കൊള്ളയടിക്കുക എന്ന ലക്ഷ്യമാണ് കടൽമണൽ ഖനനത്തിന് അനുമതി നൽകിയ കേന്ദ്ര സർക്കാരിന്റെ നടപടിക്ക് പിന്നിലെന്ന് KC വേണുഗോപാൽ MP. കടൽമണൽ ഖനനത്തിനെതിരെ അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരസംഗമം തോട്ടപ്പള്ളിക്ക് സമീപം ആഴക്കടലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാരിസ്ഥിതിക പഠനം നടത്താതെയാണ് ടെൻഡർ നടപടി സ്വീകരിച്ചത്. ഇതിനെതിരെ പ്രതിഷേധമുയർന്നപ്പോൾ ടെൻഡർ നടപടി ലഭിക്കുന്ന കമ്പനി പാരിസ്ഥിതിക പഠനം നടത്തുമെന്ന് പറഞ്ഞ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ അപമാനിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കോടികളുടെ ടെൻഡർ ലഭിക്കുന്ന കമ്പനി തന്നെ നടത്തുന്ന പഠനം സത്യസന്ധവും നിഷ്പക്ഷവുമാകാൻ ഒരിക്കലും സാധ്യതയില്ലെന്നിരിക്കെയാണ് ഇത്തരമൊരു വിചിത്രവാദം ഉയർത്തി ജനങ്ങളെ വിഡ്ഢികളാക്കാൻ നോക്കുന്നത്. സ്വതന്ത്രവും സുതാര്യവുമായ ഏജൻസി ഉപയോഗിച്ച് പഠനം നടത്തണം.
മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വഴിമുട്ടിക്കാനുള്ള ഏതു ശ്രമത്തെയും ജീവൻ കൊടുത്തും എതിർക്കുമെന്ന് KC വേണുഗോപാൽ MP ആഴക്കടൽ സമരം ഉദ്ഘാടനം ചെയ്ത പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ചേർത്തല ടൗൺ സ്കൂൾ പ്രഥമാധ്യാപിക NR സീതയെ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ചേർത്തല അർത്തുങ്കൽ പട്ടണക്കാട് പോലീസിന്റെ നേതൃത്വത്തിലുള്ള കേസ് അന്വേഷണം പുരോഗമിക്കുന്നു. വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റ് നൽകി തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതിയായ ചേർത്തല ടൗൺ LP സ്കൂൾ പ്രധാനാധ്യാപിക NR സീതയെ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. സ്വന്തം പേരിലും സഹപ്രവർത്തകരുടെ പേരിലും സ്കൂൾ ജീവനക്കാരി അല്ലാത്തയാളുടെ പേരിലും വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റ് ചമച്ച് KSFIയിൽ നിന്ന് പണം തട്ടിയെന്നാണ് കേസ്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ DDE ശ്രീലതയാണ് സസ്പെൻഡ് ചെയ്തത്. വ്യാജരേഖ ചമച്ച് തട്ടിപ്പ് നടത്തിയതിന് പട്ടണക്കാട്, ചേർത്തല, അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനുകളിലായി 4 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. KSFI അർത്തുങ്കൽ, ചേർത്തല സായാഹ്ന ശാഖ, പട്ടണക്കാട് ശാഖ എന്നിവിടങ്ങളിലെ മാനേജർമാർ നൽകിയ പരാതിയിലാണ് ആൾമാറാട്ടം, ക്രിമിനൽ ഗൂഢാലോചന, സർക്കാർ ജീവനക്കാരിയായിരിക്കെ വ്യാജരേഖ ചമച്ച് തട്ടിപ്പ് തുടങ്ങി 7 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. പട്ടണക്കാട് പോലീസ് സ്റ്റേഷനിലെ 2 കേസുകളിലായി 16.97 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. അർത്തുങ്കലിൽ ബന്ധുവായ വൈശാഖിൻ്റെ പേരിലുള്ള ചിട്ടിത്തുകയായി 3.24 ലക്ഷവും ചേർത്തലയിൽ വായ്പയായി 3.75 ലക്ഷം രൂപയുമാണ് തട്ടിയെടുത്തത്. ചേർത്തലയിലെ സായാഹ്ന ശാഖയിൽ 10 ലക്ഷത്തിൻ്റെ ചിട്ടി പിടിച്ച് പണം വാങ്ങാൻ നൽകിയ ശമ്പള സർട്ടിഫിക്കറ്റ് തിരിച്ച് പരിശോധനയ്ക്കായി സ്കൂളിലെത്തിച്ചപ്പോൾ സീത അവധിയിലായിരുന്നു. ചുമതലയിലുണ്ടായിരുന്ന അധ്യാപകർ ഈ പേരിൽ ഇവിടെ ജീവനക്കാരില്ലെന്ന് അറിയിച്ചതോടെ സംശയം തോന്നിയ KSFI അധികൃതർ വിശദമായ പരിശോധനയ്ക്ക് ശേഷം റീജിയണൽ ഓഫീസിലും പോലീസിലും വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ഇതിനിടെ സ്കൂളിലെ 4 അധ്യാപകരുടെ ശമ്പള സർട്ടിഫിക്കറ്റുകൾ അവരുടെ അനുമതിയില്ലാതെ വ്യാജമായി തയ്യാറാക്കി 30 ലക്ഷം രൂപ വായ്പയെടുത്തു എന്ന പരാതിയും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് ലഭിച്ചിട്ടുണ്ട്. സഹപ്രവർത്തകരുടെ ശമ്പള സർട്ടിഫിക്കറ്റ് നൽകി വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നായി ലക്ഷങ്ങളുടെ വായ്പ വാങ്ങിയതിനു ശേഷം പലതിലും തിരിച്ചടവ് മുടങ്ങിയതോടെ നിയമ നടപടിയും ആരംഭിച്ചിട്ടുണ്ട്. PTA ഫണ്ടിൽ തിരിമറി നടത്തിയെന്നാരോപിച്ച് ടൗൺ LP സ്കൂൾ PTA കമ്മിറ്റിയും ചേർത്തല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ചേർത്തല, പട്ടണക്കാട്, അർത്തുങ്കൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ടൈം ന്യൂസ്, ചേർത്തല. സ്ത്രീ ശാക്തീകരണത്തിന്റെ സന്ദേശം വിളിച്ചോതി ഒരു വനിതാ ദിനം കൂടി. ആരോഗ്യം, വിദ്യാഭ്യാസം, കുടുംബം, തൊഴിൽ എന്നീ മേഖലകളിൽ സ്ത്രീകൾ നേടിയ വിജയത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ വനിതാ ദിനവും. എല്ലാ വർഷവും മാർച്ച് 8-നാണ് അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കുന്നത്. പൊരുതി ജീവിക്കുന്ന, പൊരുതാൻ പ്രചോദനമാകുന്ന ഓരോ സ്ത്രീകളുടെയും ദിനം. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, കുടുംബം തുടങ്ങിയ കാര്യങ്ങളിൽ സ്ത്രീകൾ നേടിയ വിജയത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അന്താരാഷ്ട്ര വനിതാ ദിനം. 1857 മാർച്ച് 8-ന് ന്യൂയോർക്കിലെ വനിതകൾ നടത്തിയ പ്രക്ഷോഭമാണ് വനിതാ ദിനത്തിന് തുടക്കം കുറിക്കുന്നത്. തുണിമില്ലുകളിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകൾ കുറഞ്ഞ ശമ്പളത്തിനെതിരായും ജോലി സമയം കുറയ്ക്കാനുള്ള, വോട്ട് ചെയ്യാനുള്ള അവകാശത്തിനു വേണ്ടിയും ശബ്ദമുയർത്തി. ലോകത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഇത്തരം പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. പിന്നീട് ലോക വനിതാ ദിനമെന്ന ആശയം വന്നപ്പോൾ മാർച്ച് 8 എന്നല്ലാതെ മറ്റൊരു തീയതിയും തിരഞ്ഞെടുക്കാൻ ആർക്കും തോന്നിയില്ല. അമേരിക്കയിൽ അമേരിക്കൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആഹ്വാനപ്രകാരം 1909 ഫെബ്രുവരി 28-നാണ് ആദ്യ വനിതാ ദിനാചരണം നടത്തിയത്. 1910 കോപ്പൻഹാഗനിൽ നടന്ന സോഷ്യലിസ്റ്റ് ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിലാണ് വനിതാ ദിനം സാർവദേശീയമായി ആചരിക്കണമെന്ന ആവശ്യം ഉയർന്നത്. 1911 മാർച്ച് 8-ന് അന്താരാഷ്ട്ര തലത്തിൽ ഈ ദിനം പല രാജ്യങ്ങളിലും ആചരിച്ചു. 1975-ലാണ് ഐക്യരാഷ്ട്രസഭ മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി പ്രഖ്യാപിച്ചത്. സ്വന്തം ജോലിസ്ഥലത്തെ സൗകര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനായി സ്ത്രീകൾ നടത്തിയ മുന്നേറ്റത്തിന്റെ ഓർമ്മയിൽ ഇന്നും ലോകത്തിന്റെ വിവിധ കോണുകളിൽ പല ആവശ്യങ്ങൾ ഉന്നയിച്ചും ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനുമായി സ്ത്രീകൾ പോരാട്ടത്തിലാണ്. ആക്സലറേറ്റ് ആക്ഷൻ എന്നതാണ് ഈ വർഷത്തെ വനിതാ ദിനത്തിന്റെ സന്ദേശം. സമത്വത്തിനായി പോരാടുന്ന ലോകത്തെ എല്ലാ സ്ത്രീകൾക്കും വനിതാ ദിനാശംസകൾ. വിപ്ലവ ഗായിക PK മേദിനി വീണ്ടും പുരസ്കാര നിറവിൽ. സംസ്ഥാന സർക്കാരിന്റെ വനിതാരത്ന പുരസ്കാരമാണ് 91-ാം വയസ്സിൽ PK മേദിനിയെ തേടിയെത്തിയത്. പിറന്ന മണ്ണിലിന്നു നീ ഉറച്ചു നിൽക്ക സോദരാ, എൻ സോദരാ, നിന്റെ രക്തധാരയിൽ കുതിർന്ന ചെങ്കൊടിയുമായി. പിറന്ന മണ്ണിലിന്നു നീ ഉറച്ചു നിൽക്ക സോദരാ. വിപ്ലവ ഗായിക PK മേദിനി വീണ്ടും പുരസ്കാരത്തിൻ്റെ നിറവിൽ. സംസ്ഥാന സർക്കാരിൻ്റെ വനിതാരത്നം പുരസ്കാരമാണ് 91 വയസ്സുള്ള PK മേദിനി ടീച്ചറെ തേടിയെത്തിയത്. 12-ാം വയസ്സിലാണ് PK മേദിനി ആദ്യമായി വേദിയിൽ പാട്ടുപാടുന്നത്. ആദ്യകാല പാർട്ടി സമ്മേളനങ്ങളുടെ പ്രധാന ആകർഷണമായിരുന്നു മേദിനിയുടെ പാട്ട്.
മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം നാമ്പുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ. മനസ്സ് നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്, രക്തസാക്ഷി ഗ്രാമങ്ങളെ, പുന്നപ്ര വയലാർ ഗ്രാമങ്ങളെ, പുളകങ്ങളെ, വീരപുളകങ്ങളെ തുടങ്ങിയ ഗാനങ്ങളാണ് PK മേദിനിയുടെ മാസ്റ്റർ പീസുകൾ. മരിച്ചു വീണ ഗ്രാമങ്ങളെ, നിങ്ങൾ തൻ രക്തവർണ്ണാർന്ന പൂകൾ, നിങ്ങൾ മരിച്ചു വീണ ഗ്രാമങ്ങളെ, നിങ്ങൾ തൻ രക്തവർണ്ണ. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകയായിരുന്നു PK മേദിനി. പാർട്ടി പിളർന്നപ്പോൾ CPIക്കൊപ്പം നിന്നു. ആലപ്പുഴ പുത്തൻപുരയ്ക്കൽ ആറാട്ടുവഴി കാഞ്ഞിരഞ്ചിറ വീട്ടിൽ കങ്കാണിയുടെയും പാപ്പിയുടെയും ഇളയ മകളാണ് 91 വയസ്സുള്ള PK മേദിനി. CPI ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന മേദിനി 2.5 വർഷം ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായും 1 തവണ മണ്ണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. പരേതനായ ശങ്കുണ്ണിയാണ് മേദിനിയുടെ ഭർത്താവ്. പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് PK മേദിനി ടീച്ചർ പ്രതികരിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. പ്രായത്തെ ഓടിത്തോൽപ്പിച്ച് മുന്നേറുന്ന ചേർത്തല വാരനാട് സ്വദേശിയായ വാസന്തി വിജയന സംസ്ഥാന സർക്കാരിൻ്റെ വനിതാരത്നം പുരസ്കാരം. സംസ്ഥാന സർക്കാരിൻ്റെ വനിതാരത്നം പുരസ്കാരം കായികതാരം ചേർത്തല സ്വദേശിനിയായ വാസന്തി വിജയനും. കായികരംഗത്തെ മികവിനാണ് 76 വയസ്സുള്ള വാസന്തി വിജയന് സംസ്ഥാന സർക്കാരിൻ്റെ വനിതാരത്നം പുരസ്കാരം ലഭിച്ചത്. തണ്ണീർമുക്കം വാരനാട് തെക്കേവിളിയിൽ പരേതനായ വിജയൻ്റെ ഭാര്യയാണ് 76 വയസ്സുള്ള വാസന്തി വിജയൻ. കായികരംഗത്ത് 3 പതിറ്റാണ്ടിലേറെയായി തിളങ്ങുന്ന വാസന്തി വിജയൻ ദേശീയ രാജ്യാന്തര മാസ്റ്റേഴ്സ് കായികമേളയിലെ താരമാണ്. 2024 സംസ്ഥാന സർക്കാരിൻ്റെ വയോസേവന പുരസ്കാരം നേടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അയോധ്യയിലെ ഏഷ്യൻ മീറ്റിൽ 5 കിലോമീറ്റർ നടത്തം, ലോങ് ജമ്പ് എന്നിവയിൽ വിജയിയായി. ഓട്ടത്തിലും പലതവണ സംസ്ഥാന തലത്തിൽ സ്വർണം നേടി. 4 ഏഷ്യൻ മീറ്റുകളിൽ പങ്കെടുത്ത വാസന്തി 2023 ദുബൈയിൽ ഓപ്പൺ മീറ്റ് ട്രാക്കിലും മിന്നുന്ന വിജയം സ്വന്തമാക്കി. ചേർത്തല വാരനാട് മാക്ഡോവൽ കമ്പനിയിൽ 22 വർഷം ജോലി നോക്കി. 33 വർഷം മെയ്ദിന കായികമേളയിൽ കമ്പനിയെ പ്രതിനിധീകരിച്ചാണ് ആദ്യമായി മത്സരത്തിന് ഇറങ്ങിയത്. തുടർന്ന് ഹരിയാന നാഷണൽ വെറ്ററൻസ് മീറ്റിൽ പങ്കെടുത്തു. സ്വയം പരിശീലനത്തിലൂടെയാണ് വാസന്തി വിജയൻ വിജയം സ്വന്തമാക്കുന്നത്. ഇപ്പോഴും പുലർച്ചെ നടത്തത്തിൽ പരിശീലനം. ഭർത്താവ് വിജയൻ 5 വർഷം മുൻപാണ് മരിച്ചത്. വിനോദ് കുമാർ, മധു, മനോജ് കുമാർ എന്നിവർ മക്കൾ. പുരസ്കാര ലബ്ധിയിൽ സന്തോഷമുണ്ടെന്ന് വാസന്തി വിജയൻ പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. അമല എന്ന വിദ്യാർത്ഥിനിയുടെ തേയില എന്ന ചായക്കട നിശ്ചയദാർഢ്യത്തിൻ്റെ നേർസാക്ഷ്യമാണ്. ചേർത്തല പോലീസ് സ്റ്റേഷന് സമീപമാണ് വാരനാട് സ്വദേശിയായ അമല എന്ന വിദ്യാർത്ഥി തേയില എന്ന ചായക്കട നടത്തുന്നത്. ചേർത്തല സ്വദേശിനിയായ അമല എന്ന വിദ്യാർത്ഥിനിയുടെ തേയില എന്ന ചായക്കട ശ്രദ്ധേയമാകുന്നു. ഏലക്കയും ഇഞ്ചിയും മണക്കുന്ന ചായ വിറ്റ് ജീവിതത്തിന് നിറം പകരുകയാണ് അമല എന്ന വിദ്യാർത്ഥിനി. ദേശീയപാതയിൽ ചേർത്തല പോലീസ് സ്റ്റേഷന് സമീപത്തെ തേയില എന്ന ചായക്കടയാണ് ചേർത്തല വാരനാട് സ്വദേശിനിയായ അമല മാത്യു നടത്തുന്നത്. ഇതുവരെയുള്ള സമ്പാദ്യവും സ്വർണം പണയം വെച്ച് ലഭിച്ച 1 ലക്ഷത്തോളം രൂപയും ചെലവഴിച്ചാണ് അമല തേയില എന്ന ചായക്കട ആരംഭിച്ചത്. വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ പഠനച്ചെലവ് സ്വന്തമായി കണ്ടെത്തണമെന്നുള്ള നിശ്ചയദാർഢ്യം. 18-ാം വയസ്സ് മുതൽ ചായക്കടയിൽ ജോലി ചെയ്ത പരിചയവും കൈമുതൽ. ഞാൻ BBA ആണ് പഠിച്ചത്. അപ്പോൾ BBA കഴിഞ്ഞ് ഞാൻ BBAയുടെ കൂടെ തന്നെ ഞാനൊരു 2 വർഷം വേറെ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പാർട്ട് ടൈം. അത് കഴിഞ്ഞ് ഞാൻ സ്വന്തമായിട്ട് ചെറിയ രീതിയിലൊരെണ്ണം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ക്യാഷ് സേവ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഫീസും കാര്യങ്ങളും ഞാൻ തന്നെ അടയ്ക്കല്. അമ്മയ്ക്ക് ആദ്യം ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പഠിത്തത്തോടൊപ്പം ആയതുകൊണ്ടാണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യം സപ്പോർട്ടല്ലായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, സപ്പോർട്ടാണ്. രാവിലെ 5-ന് എഴുന്നേൽക്കുന്ന അമല വീട്ടുജോലികളെല്ലാം തീർത്ത് രാവിലെ 7ഓടെ കൊച്ചി ഇൻഫോ പാർക്കിൽ ഡേറ്റ അനലിസ്റ്റ് പഠനത്തിനായി ബസ് കയറും.
3 ബസ്സുകൾ കയറിയിറങ്ങി വേണം പഠന സ്ഥലത്തെത്താൻ. ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞാൽ ചേർത്തലയിലേക്കുള്ള യാത്ര. നേരെ ദേശീയപാതയിൽ ചേർത്തല പോലീസ് സ്റ്റേഷന് സമീപത്തെ സ്വന്തം ചായക്കടയിലേക്ക്. പിന്നെ രാത്രി 11 മണിവരെ ചായ ഉണ്ടാക്കുന്ന തിരക്ക്. ഏലക്ക മുതൽ ഇഞ്ചി വരെ നീളുന്ന ചായ രുചികൾക്ക് ആരാധകരും ഏറെ. ദിവസവും 100-150 ചായ വരെ വിൽക്കും. ചായ മാത്രമല്ല, ചെറു കടികളും ഇവിടെ ലഭ്യമാണ്. തിരക്ക് കൂടുന്ന സമയത്ത് സഹായത്തിന് സുഹൃത്തുക്കൾ എത്തുന്നതല്ലാതെ ചായക്കടയിലെ എല്ലാ ജോലികളും അമല തന്നെയാണ് ചെയ്യുന്നത്. ദേശീയപാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്ന മുറയ്ക്ക് അമലയുടെ കടയും ഇവിടെ നിന്ന് മാറ്റേണ്ടി വരും. അതിനു മുൻപ് പുതിയ സ്ഥലം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അമല. മാത്യു ആണ് പിതാവ്, സാലി അമ്മ, സാന്ദ്ര ഏക സഹോദരിയുമാണ്. വനിതാ ദിനത്തിലെ വേറിട്ട വാർത്തയാണ് അമല എന്ന വിദ്യാർത്ഥിനിയുടെ തേയില എന്ന ചായക്കട. ടൈം ന്യൂസ്, ചേർത്തല. സോഷ്യലിസ്റ്റ് ജസ്റ്റിസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ അതുല്യ എന്ന പേരിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചു. സോഷ്യൽ ജസ്റ്റിസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ അതുല്യ വനിതാ സംഗമം സംഘടിപ്പിച്ചു. മാർച്ച് 8 ശനിയാഴ്ച രാവിലെ 10:30 ഗവൺമെന്റ് LP സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് KM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. മാതൃത്വം സ്ത്രീയുടെ ശക്തിയാണ്, സ്ത്രീ ശാക്തീകരണത്തിനുള്ള ആയുധവുമാണ്. സമൂഹത്തെ മുന്നോട്ട് നയിക്കുവാൻ, സമൂഹത്തിൽ ഏതൊരു മാറ്റത്തിനും തിരിതെളിക്കുവാൻ സ്ത്രീകൾക്ക് കഴിയുമെന്നുള്ളത് കൊണ്ട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, അവരുടെ സുരക്ഷ ഉറപ്പാക്കപ്പെടണം, അവരെ സമൂഹത്തിൽ എല്ലാ തരത്തിലുള്ള ബഹുമതിയോടും കൂടി നമുക്ക് സംരക്ഷിക്കുവാനും കഴിയണം. ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ പ്രതിഭാസംഗമം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജോഷിബ ജെയിംസ് കുഞ്ഞളം കയ്യിൽ സമ്മാനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചേർത്തല നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിക്കുട്ടി ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ഷീല ദിലീപ് സ്ത്രീ സുരക്ഷാ സന്ദേശ പ്രതിജ്ഞ ചൊല്ലി. ചേർത്തല നഗരസഭാ കൗൺസിലർ രാജശ്രീ ജ്യോതിഷ് ഗുരുവന്ദനം നടത്തി. ജില്ലാ സെക്രട്ടറി വർഗീസ് വാരണം അമ്മമാരെ ആദരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വിനോദ് പൂമ്പുങ്കൽ, VV കനകാംബരൻ, സ്കൂൾ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിനൂപ് വേണു, GTech ചേർത്തല ഡയറക്ടർ ജോയമ്മ റോയി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മേഖലാ പ്രസിഡന്റ് മനോജ് ആർ കൃതജ്ഞതയും സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജയശ്രീ MC സ്വാഗതവും പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. മുഹമ്മദ് സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. മുഹമ്മദ് സെന്റ് ജോർജ് ഫൊറോന പള്ളി ചാസ് യൂണിറ്റിൻ്റെയും തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിൻ്റെയും നേതൃത്വത്തിൽ ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ നടത്തി. ചാസ് ചങ്ങനാശ്ശേരി അതിരൂപത ഡയറക്ടർ ഫാദർ ജോർജ് പനക്കേഴം സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യസുരക്ഷ, ആരോഗ്യ സുരക്ഷ, സാമ്പത്തിക സുരക്ഷ എന്നിങ്ങനെയാണ്. നല്ല ഭക്ഷണം കഴിച്ചാൽ നമുക്ക് നല്ല ആരോഗ്യം കിട്ടും. നല്ല ആരോഗ്യം കിട്ടിയാൽ നല്ല സാമ്പത്തിക സുരക്ഷയും നമുക്ക് ഉറപ്പാകും. നമുക്കറിയാം, ഇന്ന് പ്രത്യേകമായിട്ട് ആധുനിക, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഇന്ന് ഫാസ്റ്റ് ഫുഡിലേക്കും ജങ്ക് ഫുഡിലേക്കും ഒക്കെ പെട്ടെന്ന് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനകത്ത് പഴയ തലമുറയിൽപ്പെട്ട ആളുകളും അറിഞ്ഞോ അറിയാതൊക്കെ പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഭക്ഷണശീലം തന്നെ മാറിയിരിക്കുകയാണ്. കാരണം ചിട്ടയായ ഭക്ഷണക്രമം ഇല്ലാത്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് പല അസുഖങ്ങളും കൂടി വരുന്നത്. ഭക്ഷ്യസുരക്ഷ, ആരോഗ്യ സുരക്ഷ, സാമ്പത്തിക സുരക്ഷ എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ചാസിൻ്റെ നേതൃത്വത്തിൽ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും മായമില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും നടപടി സ്വീകരിക്കുന്നു. ഗുണമേന്മയുള്ള ഭക്ഷണമാണ് ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫൊറോന വികാരി ഫാദർ ആൻ്റണി കാട്ടുപാറ അധ്യക്ഷനായി. ചാസ് മുഹമ്മ യൂണിറ്റ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ താന്നിക്കൽ, ആലപ്പുഴ മേഖലാ കോർഡിനേറ്റർ D ജോസഫ്, പഞ്ചായത്ത് അംഗം ST റെജി, ഡോക്ടർ കരിഷ്മ, തോമസ് വള്ളവന്തറ, MK ജേക്കബ് എന്നിവർ സംസാരിച്ചു. പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വൈദ്യപരിശോധന, മരുന്ന് വിതരണം എന്നിവയും നടന്നു. ടൈം ന്യൂസ്, മുഹമ്മ. കാട്ടൂർ പുതിയ വീട്ടിൽ ഹനുമൽ ക്ഷേത്രത്തിലെ ഹനുമൽ ചാലിസ ജപയജ്ഞവും ആഞ്ജനേയ ഹോമവും ഭക്തിസാന്ദ്രമായി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കാട്ടൂർ പുതിയ വീട്ടിൽ ഹനുമൽ ക്ഷേത്രത്തിലെ ഹനുമൽ ചാലീസ ജപയജ്ഞത്തിലും ആഞ്ജനേയ ഹോമത്തിലും നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഹരിതമിത്ര അവാർഡ് ജേതാവ് SP സുജിത്ത് ഹനുമൽ ചാലീസ ജപയജ്ഞത്തിന് ഭദ്രദീപം കൊളുത്തി.
ബ്രഹ്മശ്രീ ഡോക്ടർ BK അശോക് കുമാർ, അരുൺ സുബ്രഹ്മണ്യം സൂര്യഗായത്രി ഹോമത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പ്രസിഡന്റ് ME രാജേന്ദ്രൻ, സെക്രട്ടറി PD ബാഹുലയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ആലപ്പുഴ. വെള്ളിയാളം ഗവൺമെന്റ് UP സ്കൂളിന്റെ വാർഷികാഘോഷവും ആദരിക്കൽ ചടങ്ങും നടന്നു. കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വെള്ളിയാകുളം ഗവൺമെന്റ് UP സ്കൂൾ വാർഷിക ആഘോഷവും കലാസന്ധ്യയുടെ ഉദ്ഘാടനവും പ്രശസ്ത വ്യക്തികളെ ആദരിക്കൽ ചടങ്ങും കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് നിർവഹിച്ചു. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നാടിന് മുന്നിൽ അഭിമാനകരമായ നേട്ടം നമ്മുടെ കേരളത്തിന് നേടാൻ ആയിരിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ വിവിധ മേഖലകളിലേക്ക് നമ്മുടെ നാട് ഉയർന്നു കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. ശശികല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ഓട്ടംതുള്ളൽ കലാകാരൻ മർത്തോറോട്ടം കണ്ണനെ ചടങ്ങിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രവീൺ G. പണിക്കർ, മാത്യു കൊല്ലേലി, VP ബിനു, പ്രധാനാധ്യാപകൻ സന്തോഷ്, PTA പ്രസിഡന്റ് സുദീപ് P. ദാസ്, PTA കമ്മിറ്റി അംഗങ്ങളായ രഞ്ജിത്ത് ആർ, മനോജ് കുശാക്കൽ, അധ്യാപിക മിനി വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കടൽ മണൽ ഖനനത്തിനെതിരെ പ്രതിഷേധം. മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആഴക്കടലിൽ സമരസംഗമം സംഘടിപ്പിച്ചു. തോട്ടപ്പള്ളിയിൽ നടന്ന സമരസംഗമം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. കടൽ സമ്പത്ത് സൊമാലിയൻ ശൈലിയിൽ കൊള്ളയടിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടിക്ക് പിന്നിലെന്ന് KC വേണുഗോപാൽ MP. വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ചേർത്തല ടൗൺ LP സ്കൂൾ പ്രധാനാധ്യാപിക NR സീതയെ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ചേർത്തല അർത്തുങ്കൽ പട്ടണക്കാട് പോലീസ് അന്വേഷണം തുടരുന്നു. സ്ത്രീ ശാക്തീകരണത്തിന്റെ സന്ദേശം ഓർമ്മപ്പെടുത്തി ഒരു വനിതാ ദിനം കൂടി. അതിജീവനത്തിന്റെ കരുത്തും നിശ്ചയദാർഢ്യവും ജീവിത വഴികളിൽ വെളിച്ചമാവും. വനിതകൾ വീടിന്റെ മാത്രമല്ല നാടിന്റെയും ഐശ്വര്യമാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.